നമസ്കാരം. ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ, LPG വില വർധനയെ ചുറ്റിപ്പറ്റി ഉയരുന്ന രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ജനങ്ങളുടെ വയറ്റ് തടിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് ആഗോള ക്രൂഡ് ഓയിൽ വില ഉയർന്ന സാഹചര്യത്തിലും വർഷങ്ങളോളം ഇന്ധനവില സ്ഥിരമായി നിർത്തിയ സർക്കാർ തിരഞ്ഞെടുപ്പ് അവസാനിച്ചയുടൻ ഗ്യാസ് വിലയിൽ വലിയ വർധനവ് വരുത്തിയത് പലരുടെയും സംശയങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. ഏകദേശം 900-ലധികം ഉയർന്ന കൊമേഴ്സ്യൽ LPG വില വർധനവ് സാധാരണ ജനജീവിതത്തെയും ചെറുകിട വ്യാപാരങ്ങളെയും നേരിട്ട് ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പെട്രോളിനും ഡീസലിനും ഉടനെ വില വർദ്ധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ തന്നെ അറിയിച്ചു കഴിഞ്ഞു. ആഗോളതലത്തിൽ അസംസ്കൃത എണ്ണയുടെ വില കുത്തനെ ഉയർന്നത് എണ്ണ കമ്പനികളുടെ നഷ്ടം ഉയർത്തുന്നുവെന്നും സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് PTI വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ ആഴ്ച അന്താരാഷ്ട്ര അസംസ്കൃത എണ്ണവില 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ ബാരലിന് $126 ഇതിനുശേഷം ചെറിയ തോതിൽ കുറഞ്ഞുവെങ്കിലും $110 മുകളിലാണ് ഇപ്പോഴും വില. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പരിമിതപ്പെടുത്തുകയും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ തടസ്സപ്പെടുകയും ചെയ്തതാണ് എണ്ണ ഉയർന്നു തന്നെ നിൽക്കാനുള്ള കാരണം. പെട്രോൾ, ഡീസൽ വില വർധനവിനൊപ്പം ഗാർഹിക LPG വിലയും ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാണിജ്യ LPGയുടെ വില കുത്തനെ ഉയർത്തിയിരുന്നു. 19 കിലോ വരുന്ന വാണിജ്യ സിലിണ്ടറിന് 993 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. വാണിജ്യ LPG കൂടാതെ വ്യാവസായിക ഡീസൽ, 5 കിലോഗ്രാം LPG, അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് വിൽക്കുന്ന ജെറ്റ് ഇന്ധനം എന്നിവയുടെ വിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ പെട്രോളിനും ഡീസലിനും 5 രൂപ വർദ്ധിക്കാനും ഗാർഹിക LPGക്ക് 50 രൂപ വർദ്ധിക്കാനും സാധ്യതയുണ്ട് എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 4 വർഷത്തോളമായി രാജ്യത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ കാര്യമായ മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. 2022 ഏപ്രിൽ ആദ്യം മുതൽ ചില്ലറ പെട്രോൾ, ഡീസൽ വിലകൾ നിശ്ചയമായി തുടരുകയാണ്. ഈ കാലയളവിൽ ചില മാസങ്ങളിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുകയും മറ്റു ചില മാസങ്ങളിൽ കുറയുകയും ചെയ്തിട്ടുണ്ട്. വില കുറഞ്ഞപ്പോൾ എണ്ണ കമ്പനികൾ നല്ല ലാഭം നേടുകയും ചെയ്തിട്ടുണ്ട്. വില വർദ്ധിക്കുമ്പോൾ നഷ്ടം നികത്താൻ ഈ ലാഭം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ധനവില വർദ്ധിക്കുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ ഇത് തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് എണ്ണവില വർദ്ധിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് പെട്രോളിന് 1 ലിറ്ററിന് ഏകദേശം 20 രൂപയും ഡീസലിന് ഏകദേശം 100 രൂപയും നഷ്ടം സംഭവിക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ആഴ്ച വാർത്താ സമ്മേളനം നടത്തിയ ഒരു മുതിർന്ന പെട്രോളിയം മന്ത്രാലയ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. എന്നാൽ വില വർദ്ധിപ്പിക്കാൻ പദ്ധതിയില്ല എന്ന് അന്ന് മന്ത്രാലയം പറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം ശക്തമായ ആരോപണവുമായി രംഗത്തെത്തുന്നത്. തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യുദ്ധം ബാധിക്കില്ല, വില കൂടില്ല എന്ന ആശ്വാസവാക്കുകൾ നൽകി വോട്ടുകൾ നേടിയ ശേഷം ഫലങ്ങൾ പുറത്തു വന്നതോടെ വില വർധനവ് നടപ്പിലാക്കിയതാണ് എന്ന വിമർശനം ഉയരുകയാണ്. ചില നേതാക്കൾ ഈ വർധനവിനെ ഇലക്ഷൻ ബിൽ എന്നാണ് വിശേഷിപ്പിച്ചത്. അഥവാ വോട്ടർമാർക്ക് പിന്നീട് അടക്കേണ്ട വില എന്നാണ് അവർ ആരോപിക്കുന്നത്. എന്നാൽ വിമർശകർ പറയുന്നത് വേറെയാണ്. യഥാർത്ഥത്തിൽ യുദ്ധവും അന്താരാഷ്ട്ര സാഹചര്യങ്ങളും മുൻപ് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് വില ഉയർത്താതെ പിടിച്ചു നിർത്തിയതും പിന്നീട് അപ്രതീക്ഷിതമായി വർദ്ധിപ്പിച്ചതും രാഷ്ട്രീയ കണക്കുകൂട്ടലാണ് എന്നതാണ് ആരോപണം. തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുകയും പിന്നീട് അതിന്റെ ഭാരം തിരിച്ചടിക്കുകയുമാണ് സംഭവിച്ചതെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വില വർധനയുടെ പ്രത്യാഘാതങ്ങൾ ഇതിനകം തന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഹോട്ടലുകൾ, ചെറിയ ഭക്ഷണശാലകൾ എന്നിവയ്ക്ക് ചെലവ് കുത്തനെ ഉയരുകയും ഭക്ഷണവില വർദ്ധിക്കാനുള്ള സാധ്യത ശക്തമാവുകയും ചെയ്യുന്നു. സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവും കൂടി ഉയരുന്ന സാഹചര്യം ഇതോടെ രൂപപ്പെടുകയാണ്. ആകെ കൂടി ഇന്ധനവില വർധന ഒരു സാമ്പത്തിക തീരുമാനം എന്നതിലുപരി വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് നൽകിയ വാഗ്ദാനങ്ങളും പിന്നീട് എടുത്ത നടപടികളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. ഇതോടെ ഒരു ചോദ്യം ഉയരുന്നു: ജനങ്ങളുടെ വിശ്വാസം നേടിയ ശേഷം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദമോ അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രമോ?